ആത്മീയ ആചാര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ അന്യോപദേശ കഥകളിലൊന്നും തന്നെ അവ്യക്തതയോ സങ്കീർണതയോ കാണാനാകില്ല. സമൂഹത്തിൽ തനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്രീരാമകൃഷ്ണദേവൻ കഥ പറയുന്നത്. പുരാണ കഥകളുടെ മാതൃകയിലാണ് ചില കഥകളുടെ ആഖ്യാനം. ആത്മീയ ജീവിതത്തിൻ്റെ മൗലിക ആശയങ്ങളുമായി പരിചയത്തിലാകാൻ ഈ കഥകൾ നമ്മെ പ്രാപ്തരാക്കുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ സാരോപദേശ കഥ ഇപ്രകാരമാണ്. 3 കൂട്ടുകാർ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു കടുവ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സഹോദരരെ, നമുക്ക് വഴിതെറ്റി. അതിലൊരുവൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ വഴിതെറ്റിപ്പോകും? നമുക്ക് ദൈവമില്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ആൾ പറഞ്ഞു. മൂന്നാമൻ, വേണ്ട, എന്തിന് ദൈവത്തെ ബുദ്ധിമുട്ടിക്കണം? നമുക്ക് ഈ മരത്തിൽ കയറി രക്ഷപ്പെടാം. വഴിതെറ്റി എന്ന് പറഞ്ഞവന് നമ്മുടെ എല്ലാം കാവൽക്കാരനായ ദൈവത്തെപ്പറ്റി അറിവില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവൻ ജ്ഞാനിയാകുന്നു. ദൈവമാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായിട്ടുള്ളത് എന്നവൻ അറിയുന്നു. ദൈവത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞ മൂന്നാമൻ ദൈവത്തെ അത്യധികം സ്നേഹിക്കുന്നവനാകുന്നു. അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് താൻ തൻ്റെ പ്രിയപ്പെട്ടതിനേക്കാൾ ബലവാനാണെന്ന് തോന്നിയത്. അത്രയേറെ പ്രിയപ്പെട്ടവൻ കഷ്ടപ്പെടാൻ പാടില്ല എന്നവൻ ആശിക്കുന്നു. മുള്ളു പോലും പ്രിയപ്പെട്ടവൻ്റെ കാലിൽ തറയ്ക്കരുതെന്ന് ആശിക്കുന്നവനത്രേ അവൻ. ഇനി ഗുരുവചനം കേൾക്കാം.